തമിഴിലിപ്പം ആ ലാംഗ്വേജിൽ ഇങ്ങനെ മാസ് പാട്ടുകളൊക്കെ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ബട്ട് മലയാളം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഭയങ്കര പാടാണ് ആക്ച്വലി. അപ്പോൾ അതിലും ഒരു ലുക്കിംഗ് ഫോർ എങ്ങനെയാണ് അതിൽ ഇന്നത്തെ ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ക്രിഞ്ചി അല്ലാത്ത രീതിയിൽ ലിറിക്കൽ പരിപാടികൾ. എനിക്ക് തോന്നുന്നു ട്യൂണും ബീറ്റ്സിനേക്കാളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ലിറിക്സും വാട്ട് ആർ യു ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള ഒരു തോട്ടില്ലേ, അവിടെയാണ് സംഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് ആക്ച്വലി ആ തോട്ട് ചിലപ്പോൾ ഡയറക്ടറുടെ നിന്ന് വരും, സ്ക്രിപ്റ്റിൽ നിന്ന് വരും. ആ തോട്ടിലിരിക്കുന്നതിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ആൾക്കാർ കേൾക്കുന്നതും ടീനേജേഴ്സ് കേൾക്കുന്നതും വൈബിലുള്ള ബീറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ എപ്പോഴും കരുതുന്നൊരു കാര്യം അത്, ഈ ഡയറക്ടേഴ്സ് മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയി കഴിയുമ്പം ആ സിനിമേനെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എഡിറ്റേഴ്സിന് ഒരു മ്യൂസിക്കൽ, കാരണം ഇറ്റ്സ് ഓൾവേസ് ദാറ്റ് all the directors you've seen, like blockbuster people who've done great films, they have ഒരു താളം അല്ലെങ്കിൽ ആ മ്യൂസിക്കലി ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. പ്രൊഫഷൻസിന് ഉപരി ആ ഒരു ടേസ്റ്റ് വേണം. ലൈക്ക് ഒരു സീൻ ലാൻഡ് ചെയ്യുമ്പം ഒരു വൈഡ് ഇട്ടിട്ട് അവിടെ സ്കോർ കയറുന്നു, ഇങ്ങനെ ലൈക്ക് മ്യൂസിക്കലി തിങ്ക് ചെയ്യുമ്പോഴല്ലോ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ്സ് വേർ we need is not scared to even put 10 or 15 songs in his film because he knows how to connect them. അങ്ങനെ ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അൽഫോൺസിൻ്റെ ഒരു മ്യൂസിക് സെൻസ് ഉണ്ട്. അതാണ് പ്രേമത്തിലൊക്കെ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആയത്. ലൈക്ക് ഓൺ എ സബ്ജക്ട് ലെവൽ ഇറ്റ്സ് എ നൈസ്ലി മെയ്ഡ് ഫിലിം, ബട്ട് ലുക്ക് അറ്റ് വാട്ട് ദ മ്യൂസിക് ഹാസ് കോൺട്രിബ്യൂട്ടഡ്, ലൈക്ക് ഹൗ ഇറ്റ് ഇസ് ടേക്കിംഗ് ദ ജേർണി ആൻഡ് നമുക്കൊരു നൊസ്റ്റാൾജിയ കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് അതാണ്. ഇനിയായാലും പണ്ടത്തെ ഇസാനസ് അബ്ദുള്ള പോലെ കോൺഫിഡൻ്റ് ആയിട്ടൊരു ഡയറക്ടർ വരികയാണ്, അങ്ങനത്തെ ക്ലാസിക്കലി റിച്ച് ആയിട്ടുള്ള കോമ്പോസിഷൻസ് ഉള്ള ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ സ്റ്റാൻഡ്. ഇറ്റ്സ് ജസ്റ്റ് story and music has to intervene and and directors, I think it's important for you as a composer that the director be iparana oru ഭയങ്കര വേരിയഡ് ടേസ്റ്റ് ഉള്ള മ്യൂസിക്കിൽ വേരിയഡ് ടേസ്റ്റ് ഉള്ള സൗണ്ട്സും റിസപ്റ്റീവ് ആയിട്ടുള്ള and also being very specific about what they want. So because what if a director who's not that എന്താ പറയുക ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അധികം അറിയാത്ത ആളാണെങ്കിൽ ഭയങ്കര പാടുപെടും. കാരണം റെഫറൻസ് കാണും, അതുപോലെ വന്നില്ലോ ഇതുപോലെ വന്നില്ലോ എന്ന് പറയാൻ ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. റെഫറൻസ് ഒരു ആക്ച്വലി ആ ഡയറക്ടർ പ്രൊജക്ട്സ് ഇതാണ് എൻ്റെ മൂഡ്, ഈ ഒരു ഐഡിയയിൽ വേറെ ചെയ്തോന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതിൽ സ്റ്റക്കായി പോയി എന്ത് ചെയ്യും? എസ്പെഷ്യലി ട്രെയിലേഴ്സിലാണ് ഏറ്റവും പണി കിട്ടുന്നത്. കാരണം അതായത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ട്രെയിലർ ഷുഡ് ബി കട്ട് ഓൺ എ സൗണ്ട് ട്രാക്ക്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മാർട്ടിൻ സോസിയുടെ പടത്തിൻ്റെ ട്രെയിലർ കണ്ടോ? എന്തൊരു കിടു ട്രെയിലറാണ്. My God, our trailer is cut on one song, so you get the tempo. Trailers അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് ഒരു മ്യൂസിക് കാണും, അതായത് 20 സെക്കൻഡ് വേറെ എന്തെങ്കിലും കാണും, പിന്നത്തെ ഒരു 40 സെക്കൻഡ് ഒരു ബന്ധമില്ലാത്തൊരു സാങ് കാണും. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് എന്തോ ഒരു ബഹളം. പക്ഷേ ഇത് അവിടെയൊക്കെ ട്രെയിലേഴ്സ് ആക്ച്വലി കമ്പോസേഴ്സും ഡയറക്ടേഴ്സും ഇൻവോൾവ് ചെയ്യാറില്ല. ട്രെയിലർ ഹൗസസ് ഉണ്ട്, ഇത് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റിയാണ്. അവരൊരു പടത്തിന് മാച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് ട്രാക്ക് അല്ലെങ്കിൽ ഒരു സോങ് ഉണ്ടാക്കും, അതിന് ബേസ് ചെയ്ത് ട്രെയിലർ കട്ട് ചെയ്യും. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ ഈ റെഫറൻസോടുകൂടി ട്രെയിലർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്താൽ ആ പഞ്ചില്ല ഇത്. അവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നടക്കുന്നത്, കോംപ്രമൈസ്. നമ്മൾ അറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ കേൾക്കേണ്ടി വരുന്നു, അതിൻ്റെ വിഷമത്തിൽ നമ്മൾ വീട്ടിൽ പോകുന്നു, പിറ്റേ ദിവസം ഏറ്റുപോയി നമുക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇല്ല അങ്ങനെ ഐ ട്രൈ നോട്ട് ടു. ഇപ്പം എനിക്കൊരു പണ്ടൊക്കെ അതിൽ ഇതായിരിക്കും വർക്കൗട്ട് ആവുന്നത്, ചിലപ്പോൾ ഈ സീൻ ഇങ്ങനെ ചെയ്താലായിരിക്കും. പക്ഷേ ഇപ്പം ഒരു സീൻ കാണുമ്പോൾ അറിയാം വാട്ട് വിൽ വർക്ക് എന്നുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ദ റെഫറൻസ്, ഐ നോ വാട്ട് ടു ടേക്ക് ഇറ്റ്, ഐ നോ ഹൗ ടു ടേക്ക് ദറ്റ് സീൻ ഫോർവേഡ്. വാട്ട് ഇസ് മുമ്പ് എന്താണ് പിമ്പെന്താണ്, വെദർ ഇപ്പം ചെയ്യുന്ന സീനിൽ അടുത്ത സീനിലോട്ടുള്ള ലീഡ് വേണോ, ഇങ്ങനത്തെ നമ്മൾ സിനിമ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗെറ്റിംഗ് ദ സിനിമ ഇൻ ടു യുവർ ഹെഡ്. അല്ല ചുമ്മാ നമുക്ക് പടമായിട്ട് കണക്ട് ഇല്ലാതെ ജസ്റ്റ് പോയി സ്കോർ ചെയ്താൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ യു വോണ്ട് ബി ഏബിൾ ടു കണക്ട് ദ സ്റ്റോറി ടെല്ലിംഗ് പ്രോബ്ലം. ജോക്കർ ഓൾമോസ്റ്റ് ഐ തിങ്ക് 90% ഓഫ് ദ സ്കോർ വാസ് ഡൺ. ആൻഡ് അദ്ദേഹം ആ ഡാൻസ് ചെയ്യുന്ന ഇംപ്രവൈസേഷനൊക്കെ സ്കോർ വന്നു കഴിഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ കുരുതിയിൽ അത് ഒരു പരിധിവരെ രാജു ആസ് ആൻ ആക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഹി ഹാഡ് ആസ്ക്ഡ് മീ ഇറ്റ്സ് ലൈക്കിൻ്റെ തീം വേണം, ഈ കുരുതിയുടെ മെയിൻ എല്ലാം നമ്മൾ നേരത്തെ കുറച്ച് ഡിസൈൻ ചെയ്തിരുന്നു. അത് ഡിജോ ചോദിക്കും, നിർമ്മൽ ഓൾസോ ആസ്ക് മീ, ഫ്യൂ ഡയറക്ടേഴ്സ് വിൽ ഗെറ്റ് മൺസൂൺ മാംഗോസിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ അത് ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മൾ പോസ്റ്റിൽ അത്ര ടെൻഷൻ അടിക്കണ്ട. കാരണം എവറിത്തിങ് ഇസ് സെറ്റ്,
ലൈക്ക് ഡയറക്ടർ ഓൾസോ ഹാപ്പി വിത്ത് ദ തീംസ്. ആ തീംസ് ക്രാക്ക് ചെയ്യാൻ ചിലപ്പം അത് കറക്റ്റായിട്ട് ക്രാക്ക് ആവണമെന്നില്ല. കാരണം വിഷ്വലി കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം അത് കണ്ടു കഴിയുമ്പം മേ ബി സംതിങ് ബെറ്റർ വിൽ കം. പക്ഷെ അതിന് മുമ്പ് ക്രാക്കായി ഡയറക്ടറും നമ്മളൊക്കെ ആ സിനിമയായിട്ട് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ ആ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു എഫേർട്ട് എടുത്താൽ അത് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല, അത് പിന്നീട് അത് ഹെൽപ്ഫുൾ ആവും. There's a conflict of opinions. Director, producer, composer, and editor. They all have varied opinions, even when it comes to the trailer music. ഭയങ്കര അങ്ങനെയൊക്കെ എത്രയോ കടമ്പകൾ കഴിച്ചു, എസ്പെഷ്യലി അതർ ലാംഗ്വേജസിലൊക്കെ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. പക്ഷെ അതായത് നമ്മളിതൊക്കെ യൂസ്ഡ് ആയി കഴിയുമ്പോണ്ടല്ലോ പിന്നെ അതൊന്നും ഒരു പ്രോബ്ലം അല്ലാതാവില്ലേ. പക്ഷെ ഞാൻ അതിനെ പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ ചൂടാവും, ദേഷ്യപ്പെടും, കൺട്രോളൊക്കെ പോകും. പക്ഷേ ഇപ്പം അത് നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ചിലപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആണ് ഇത് വർക്കാണെങ്കിൽ ഐ വിൽ സ്റ്റാൻഡ് ബൈ. ഇപ്പം ചിലപ്പോൾ ഡയറക്ടറും ഭയങ്കരമായിട്ട് അതല്ല സംഭവം എന്ന് തന്നെ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ വിൽ ഡു സംതിങ് എൽസ്. പുള്ളീനെ അങ്ങനെ ഇപ്പം ഒരുപാട് പടങ്ങൾ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ലൈക്ക് നമ്മൾ കൺവിൻസ്ഡ് ആവും, പക്ഷേ ഡയറക്ടറുകളും പ്രൊഡ്യൂസേഴ്സിൻ്റെ അങ്ങനെ ഒരു അഭിപ്രായം പറയാറില്ല. പറഞ്ഞാൽ തന്നെ അത് പേഴ്സണലായിട്ട് എടുക്കുന്ന, നമ്മളോടൊരു പേഴ്സണലായിട്ട് വന്ന് പറയും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എടുക്കും. പക്ഷെ മോസ്റ്റ്ലി ഡയറക്ടർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് വരുമ്പോൾ മേ ബി യുവർ കോൾ വാസ് ബെറ്റർ എന്നുള്ളൊരു ചെറിയ ആൾക്കാരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഡു യു ലുക്ക് അറ്റ് ഫീഡ്ബാക്ക് ഓർ ഇസ് ലൈക്ക് ഫോർ യുവർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ? അതാണ് കുറച്ചുകൂടി. അല്ല, ഫീഡ്ബാക്ക് മറ്റുള്ളവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എടുക്കും, കേൾക്കാറൊക്കെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് ഗോ സെർച്ച് ഫോർ ഇറ്റ്, അങ്ങനെ ചെയ്യാറില്ല. കാരണം ഓൾറെഡി പടം ടെൻഷനാണ്, ഇനി എന്തിനാ? കാരണം ഇറ്റ്സ് എ പ്രോഡക്റ്റ്, എനിബഡി ക്യാൻ ക്രിട്ടിസൈസ് എനിബഡി. നെഗറ്റിവിറ്റി എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? I think you once mentioned that you were like rock bottom. You've been through that phase. Yeah. Can you give a? അല്ല, ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മ്യൂസിക്കാണ് എൻ്റെ ലൈൻ എന്ന് പറഞ്ഞ് പോയി. അന്ന് മ്യൂസിക് പഠനമുണ്ട്, ആൽബം ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ സ്റ്റേറ്റ്സിലോട്ട് പോകുന്ന സമയത്തൊക്കെ എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ആൽബം ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട്. പക്ഷേ ഐ മെയ്ഡ് ദാറ്റ് കോൾ ബിക്കോസ് ഞാനൊരു എക്യുപ്ഡ് അല്ല എന്ന് എനിക്ക് തോന്നി, കുറച്ച് എക്സ്പോഷർ വേണമെന്ന് തോന്നി. അതുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 3-4 years ഒരു വർക്ക് 2 വർക്ക് ചെയ്യുന്നു. ഒന്നും അങ്ങ് ആൾക്കാരോട് എത്തുന്നില്ല. വീട്ടിലൊക്കെ ചെന്നപ്പോൾ നല്ല ജോലി അവിടെ ഉണ്ടായിരുന്നു, കളഞ്ഞിട്ട് എന്താണ്. ഐ വാസ് വർക്കിംഗ് അറ്റ് വാൾട്ട് ഡിസ്നി, ഒരു നല്ല 5 figure സാലറി. ബൈ നൗ ഐ എം ലൈക്ക് ഗെയിംസിൻ്റെ ആൻഡ് ഡിസ്നി എന്താ അവരുടെ തീം പാർക്സിലും അവരുടെ ക്രൂസസിലൊക്കെ ലൈക്ക് കംഫർട്ടബിൾ. ആൻഡ് സാൻ ഫ്രാൻസിസ്കോ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് സിനിമയാണ് റിലീസും ആവുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാർക്ക് ഭയങ്കര ഒരു കുത്തുവർത്താനുണ്ടല്ലോ, പോട്ടെ ഇതിങ്ങനെ പിടിച്ച് കുറച്ച് എൻ്റെ കല്യാണവും കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഐ വാസ് ലൈക്ക്, പക്ഷെ എനിക്കെന്തോ ഇത് വർക്ക് ആവും, എനിക്ക് ഐ നോ വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ളൊരു കേൾക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ വരും. ഒരു മേ ബി ഒരു 3-4 hours, അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു നോർമൽ ആവും. അതാ ഞാൻ പറഞ്ഞത്. അപ്പം യു നെവർ നോ ആരെ പോയി നമ്മൾക്ക് പോയി ചാൻസ് ചോദിക്കാൻ പറ്റുമോ? ആ സിനിമ ഇൻഡസ്ട്രിയിൽ ചാൻസ് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയാം. മേ ബി ആക്ടിങ്ങിലല്ല, ടെക്നീഷ്യൻസ് വി ഷുഡ് നമ്മുടെ സ്കില്ല് അറിഞ്ഞ് വരണം. അതല്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. ലൈക്ക് യു ക്യാൻ ഗെറ്റ് എ ചാൻസ്, പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ചവിട്ടുന്നത് നമ്മളായിരിക്കും ചിലപ്പോൾ. കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണും, നമ്മൾ പോയി ചോദിച്ച് കിട്ടിയ ചാൻസ് ആണ്. സോ ദെയിൽ മാറ്റി ചെയ്ത് നമുക്ക് സെയിങ് വേഴ്സസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ അതേ ആൾക്കാർ വരുന്നതും ആ വർക്ക് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ആരുടെ അടുത്തൊന്നും, പിന്നെ എൻ്റെ ഏറ്റവും ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിളായിരുന്നു. ഇസ്രീത്ത്, സുഹിത്ത്, നിർമ്മൽ, നമ്മളെല്ലാവരും ഇങ്ങനെ സ്ട്രഗ്ലിങ് ആയിരുന്നല്ലോ. പിന്നെ ഡിജോ. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ചായി 18 ഏതാണ്ട് ഫോമായി. ഡിജോ ക്വീൻ ഇറങ്ങി ഭയങ്കര ഹിറ്റായി. പിന്നെ ധ്രുവങ്ങൾ 16 അപ്പുറത്ത് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ്, ഞാൻ ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ് ചെയ്യായിരുന്നു. US വെച്ച് ഇവിടെ വന്നിട്ടും ഒരു 19-60 ഷോർട്ട് ഫിലിംസോളം ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു പയ്യനാണ് കാർത്തിക് നരയൻ. അവൻ വന്നിട്ട് പടം ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് വലിയ അന്ന് അത്രയും കാർത്തികിൻ്റെ സബ്ജക്റ്റ് നമ്മൾ വിശ്വസിച്ചില്ല. പക്ഷെ ധ്രുവങ്ങൾ 16 ഈ കൾട്ടാവുന്ന ആരും കണ്ടില്ല. അന്നും ഞങ്ങൾ വി സ്റ്റക്ക് ടു ദ സ്റ്റോറി, എന്താണ് പടത്തിന് വേണ്ടത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഡിജോയുടെ ക്വീൻ ആവുന്നു, പിന്നെ സ്വാതന്ത്ര്യാർദ്ധരാത്രിയിലോട്ട് വിളിക്കുന്നു, രണം സംഭവിക്കുന്നു. അങ്ങനെ പിന്നെ ആദ്യമായിട്ടൊരു വലിയൊരു ഡയറക്ടർ ജോഷി സാർ എന്നെ വിളിച്ച് പൊറിഞ്ചു പറയാൻ തന്നു. പിന്നെ കൽക്കി. അങ്ങനെ ദെൻ ഇറ്റ് വാസ് ലൈക്ക് ബാക്ക് ടു ബാക്ക്.
Yeah.